അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമല്ല, ഇതെൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യമാണ് എനിക്ക് ഈ വീഡിയോയിട്ട് പറയാനുള്ളത്. കുറച്ച് നാൾ മുന്നേ എൻ്റെ ബൈക്ക് 220 എല്ലാവർക്കും അറിയാവുന്നതല്ല, 220 വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് ഹോസ്പിറ്റൽ കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ടി വീട്ടിൽ തന്നെ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുമായിരുന്നു. കുറച്ച് നാൾ പെങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ബാറ്ററി ഇല്ല, പെട്രോൾ ടാങ്കില്ല, പിന്നെ സൈഡ് പാർട്സ് ഒന്നുമില്ല. ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് മാത്രമില്ല, പിന്നെ മിററില്ല. അപ്പോൾ ഇങ്ങനത്തെ സാധനമെല്ലാം മോഷണം പോയി. അത് പോലീസിൽ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരാ എന്താന്ന് വരെ കണ്ടുപിടിച്ചു. ടാങ്ക് എടുത്തുകൊണ്ട് പോകാൻ ആളെ കണ്ടു ഒരാൾ. അപ്പോൾ ഞങ്ങളിത് പരാതി കൊടുത്ത സമയത്ത് അയാൾ ജയിലിലായിരുന്നു. ഒരു ഓട്ടോ മോഷണത്തിൻ്റെ പേരിൽ ജയിലിലായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ കുറേ കാര്യമുള്ളതുകൊണ്ട് എനിക്ക് കൊടുത്ത കേസ് പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം അത് ആരാണ് ചെയ്തത്, എന്താണ് എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇത് ഇന്നലെ രാത്രി ഞാൻ അമ്മയെ പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നത് 1 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് എത്തിയത്. ആ ടൈം വരെ എൻ്റെ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നല്ലപോലെ കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഇന്ന് ഉച്ചയായപ്പോൾ ഹോട്ടലിൽ പോയി ചോറ് വാങ്ങാൻ വേണ്ടി ഞാൻ വണ്ടി എടുത്തായിരുന്നു. ആ സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് ടയറിൻ്റെ മുകളിലോട്ടായിരുന്നു ആ ഫുൾ കവറിൻ്റെ ഇത് കിടന്നിരുന്നത്. ഞാൻ വിചാരിച്ചു കാറ്റടിച്ച് എങ്ങനെ പോയതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ അപ്പോഴൊന്നും വണ്ടി ശ്രദ്ധിക്കുന്നില്ല. കവർ മാറ്റി നേരെ വണ്ടി എടുത്തിട്ട് ഹോട്ടലിൽ പോയി. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ജസ്റ്റ് മൊബൈൽ ഹോൾഡർ എൻ്റെ അകത്തുണ്ട്. അപ്പോൾ കോൾ വരുന്നത് അല്ലെങ്കിൽ ഞാനിങ്ങനെ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റും. ആ ഫ്രണ്ടിൽ എഴുതിക്കുന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പേരുള്ള സ്റ്റിക്കർ എനിക്ക് കാണാൻ പറ്റും. അതിങ്ങനെ നോക്കിയ സമയത്ത് ഇത് സ്ക്രാച്ച് ചെയ്ത പോലെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ നോക്കിയപ്പം നല്ല വൃത്തിക്ക് സ്ക്രാച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനത് വീട്ടിലോട്ട് വന്ന് അമ്മയെ വിളിച്ച് വരുത്തി കാണിച്ചു. ഈ സാധനം വണ്ടിയുടെ ഫ്രണ്ട് ആ സ്റ്റിക്കർ മൊത്തവും സ്ക്രാച്ച് ചെയ്ത് ഇളക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലത്തെ ആ ഗാർഡിൻ്റെ അവിടെ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രാച്ച് ചെയ്തതിൻ്റെ പാടാണ് ആ ബ്ലാക്കിൽ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ തൊട്ടടുത്ത ആൾക്കാരൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആരും സൗണ്ടും കേട്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അത് ആരാ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ 220 കഴിഞ്ഞിട്ട് അടുത്തത് കൈവച്ചത് ഓട്ടോയിലാണ്. ഇതാരാ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ഈ പറയാനുള്ളത് ഈ ചെയ്ത ആളോടാണ്. ഈ ചെയ്ത ആളെ ഈ വീട് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, നിനക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നേരിട്ടുണ്ടാക്കണം. അതല്ലാതെ പല തന്തയ്ക്ക് ഉണ്ടായതുപോലെ 4 പരിപാടി കാണിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട്